വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അബി ബ്ലോഗ്സ്. അബി ബ്ലോഗ്സിന്റെ സിമ്പത്തിക് ഇത് അതിന്റെ ബിഗില് വിജയ് ഇങ്ങനെ ഇടുവരും കയറി അടിച്ച ഓൾവേസ് സ്മൈൽ എന്നുള്ളൊരു തീമിലാണ് ആ സാധനം കണ്ടുപിടിച്ചത്. അങ്ങനെ വെൽക്കം ടു അബി ബ്ലോഗ്സ്. അപ്പോൾ നമ്മുടെ പോഡ്കാസ്റ്റ് ഷോ സ്റ്റാർട്ട് ചെയ്യാണ്. ഷോയുടെ പേര് കാപ്പിക്കൂട്ടം. ഓൾറെഡി ചേട്ടാ ഇന്ന് കാപ്പി ഇല്ല, കാപ്പി പൊടി വാങ്ങിക്കാൻ മറന്നു. ചായ നല്ല ചൂട്. ആക്ച്വലി ഈ കാപ്പിക്കൂട്ടത്തിന്റെ ഇൻട്രഡക്ഷൻ എന്ന് പറയുന്നത് അതാണ് ഇന്നത്തെ വീഡിയോ. അത് കുറേ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ എന്റെ ലൈഫിലുള്ള കാര്യങ്ങള്, അവന്റെ ലൈഫിലുള്ള കാര്യങ്ങള്, അങ്ങനെ കുറെ സാധനമുണ്ട് അല്ലേ. തുടങ്ങിയ ഇവിടെ തീരൂല. ആക്ച്വലി ഇന്നലെ അത് തുടങ്ങിയതാ. ഇന്നലെ വെറുതെ നിന്ന് സംസാരിച്ചു. അതൊക്കെ എടുത്ത് വീഡിയോ ഇട്ടിരുന്നെങ്കിൽ കുറെ പേരുണ്ടായിരുന്നു. 10-15 എപ്പിസോഡ് പോകും വെബ് സീരീസ് പോലെ. ഏകദേശം എത്ര മണിക്ക്? 6 മണിക്ക് 5 മണിക്ക് എന്തോ തുടങ്ങിയത്, രാത്രി 9 മണി വരെ സംസാരിച്ചിട്ടിരുന്നു കേൾക്കുന്നത്. പക്ഷെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തില്ല. ഓക്കെ, ഞങ്ങള് അപ്പം ഈ ഷോയില് ഇപ്പം ഞാനും ഇവനെ മാത്രമാണ്. ഇനിയും വേറെ ആൾക്കാർ വരും. ഇത് കണ്ടോണ്ടിരിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം. നിങ്ങൾക്ക് എന്തെങ്കിലും കഥ പറയാനുണ്ടെങ്കിലോ, ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിലോ, നിങ്ങളുടെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലോ വരാം. നോ പ്രോബ്ലം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ മെസ്സേജ് ചെയ്യാം, ഇല്ലെങ്കിൽ കമന്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഞാൻ പറ്റുമെങ്കിൽ ടെലഗ്രാമിന്റെ ലിങ്ക് താഴെ തന്നെ ഇട്ടിരിക്കാം. അതിൽ മെസ്സേജ് ചെയ്താൽ മതി. ഉറപ്പായിട്ട് നോക്കും. കാരണം രാവിലെ വലിയ പണിയൊന്നുമില്ല. ആരെങ്കിലൊക്കെ നോക്കും. ഞാൻ അല്ലെങ്കിൽ അവൻ നോക്കിക്കോളും. ഓക്കെ, കാപ്പിക്കൂട്ടം ഈ പേര് വന്നത് ഞങ്ങൾ തന്നെയാണ് കണ്ടുപിടിച്ചത്. ആക്ച്വലി ഞങ്ങൾ രണ്ടിലും വെളിയിൽ പോയാൽ എപ്പോഴും കാപ്പിയെ കുടിക്കുകയുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് പറയുന്നത്, ആക്ച്വലി ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം പണ്ട് കാലങ്ങളിൽ എല്ലാവരും ഈ ചായക്കട, കാപ്പിക്കട അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കൂടി നിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു തീമിൽ തന്നെ ഈ പേര് സെറ്റായത്, അത് കോയിൻസിഡന്റലി ആണ് സെറ്റായത്. അതെ, ചുമ്മാ ഒരു ദിവസം വീട്ടിൽ പോയിരുന്നു തെണ്ടിക്കൊണ്ടിരുന്നപ്പോൾ കിട്ടി. അതാണ് ഈ പേര് കാപ്പിക്കൂട്ടം. അതായത് ഒരു ചായക്കൂട്ടം എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കാപ്പി ഇഷ്ടമായതുകൊണ്ട് കാപ്പിക്കൂട്ടം. അതാണിത്. അപ്പം നിങ്ങൾക്കിത് സ്പോട്ടിഫൈയിൽ കേൾക്കണമെങ്കിൽ സ്പോട്ടിഫൈയിൽ കേൾക്കാം. അതിൻ്റെ ലിങ്ക് താഴെ തന്നെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ, ഞങ്ങളെ ഇൻട്രൊഡക്ഷൻ. എൻ്റെ പേര് അഭിരാം. ചെറിയൊരു ജോലിയുണ്ട്. അത് ഇപ്പോൾ തൽക്കാലം പറയുന്നില്ല. അത് പറയാമോ ഇല്ലേന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ടാണ്. എന്തായാലും ഗവൺമെന്റ് ജോലിയൊന്നുമില്ല, ചെറിയൊരു ജോലി, ചെറുത്. പിന്നെ സ്വിഗ്ഗിയോടൊപ്പം പോകാറുണ്ട് ആവശ്യപ്പോലൊക്കെ. പിന്നെ എന്താ, അത്യാവശ്യം കുഴപ്പം ആവറേജ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. 20 വയസ്സേ ആയിട്ടുള്ളൂ. മതി ധാരാളം. ഈ വയസ്സിന്റെ തന്നെ ആശുപത്രി പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഇപ്പൊ ഓരോ പ്രശ്നങ്ങൾ പറയുമ്പോ പോകില്ലെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു വർഷം തുടങ്ങുമ്പോൾ ഫസ്റ്റ് ക്വാർട്ടറിൽ കുറെ പ്രശ്നങ്ങൾ ഇറങ്ങി വരും. ബാക്കിയുള്ള 3 ക്വാർട്ടർ പിന്നെ ഒരു പ്രശ്നം വരൂലെന്നല്ല, വരും. അത് നമുക്ക് നിസ്സാരം. ആ പോട്ട് പുല്ല് എന്തിനല്ല ഇത്ര ഇനി അതും പോട്ട്. അപ്പം എന്റെ ചാനലാണ് അബി ബ്ലോഗ്സ്. അപ്പൊ ഞാൻ ഈ ചാനൽ തുടങ്ങേണ്ട കാരണം, ഫസ്റ്റ് ഒരു ചാനൽ ഉണ്ടായിരുന്നു. എന്നിട്ട് ആ സമയത്ത് എല്ലാവരും നല്ല ഡീമോട്ടിവേഷൻ ആയിരുന്നു, വീട്ടുകാരും ബന്ധുക്കളും. അങ്ങനെ ഡീമോട്ടിവേഷനാണ്. ഞാൻ നിർത്തിയ അവസാനം ആ വീഡിയോ കൊറോണ സമയത്തായിരുന്നു. എന്നിട്ട് ഇപ്പം എനിക്കത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നി. അപ്പം ഞാൻ ആ ചാനൽ റീസ്റ്റാർട്ട് ചെയ്തു. അത് വേറൊരു അക്കൗണ്ടിൽ വീണ്ടും അബി ബ്ലോഗ്സ് എന്നിട്ട് തുടങ്ങി. എന്നുവെച്ചാൽ ഞാൻ 0 തുടങ്ങാൻ വിചാരിച്ച് 0 തുടങ്ങി. ഇപ്പം ഏകദേശം 28-29 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. 40 സംതിങ് വ്യൂസ് ഉണ്ട്. മിക്ക എല്ലാ വീഡിയോയ്ക്കും 40 വ്യൂസ് ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാതെ കയറുന്നുണ്ട്. എനിക്കും വലിയ പിടുത്തമൊന്നുമില്ല. ഏതൊരു പോകുന്നറിയത്തില്ല. പക്ഷെ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഫസ്റ്റ് ഇവന്റ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് എന്നിട്ട് ഞാൻ പറയാം. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർത്തൂല. അതാണ് എന്റെ പ്രശ്നം. എന്നെ പറ്റി പറയണമെങ്കിൽ എൻ്റെ ഒരു അശ്വിൻ, പഠിച്ചോണ്ടിരിക്കുന്നു, മെക്കാനിക്കലി പഠിക്കുന്നു, ഡെയിലി ക്ലാസ്സിൽ പോകും, വരും. എന്തിനു വേണ്ടി പോകുന്നു? അങ്ങോട്ട് പോകും, വരും. പിന്നെ വച്ചതെല്ലാം സപ്ലികൾ, അതൊക്കെ എന്നെടുക്കും അറിയത്തില്ല. ഇങ്ങനെയൊക്കെ പോകുന്നു. ശ്രീനിവാസൻ ഒരു 6 മാസം കൂടി അതിന് ഇതും തീരും. പിന്നെ സപ്ലി മാത്രം പോയാൽ മതി.
അപ്പം ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് വിളിച്ചത് ഇവനെയാണ്. ഞാൻ വിളിച്ചിട്ട് ഒരു എവിടെ പോകാൻ വേണ്ടി ഞാൻ വിളിച്ചിട്ട് പറഞ്ഞത് എടാ ഇതേപോലെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ ചോദിച്ചു. ചോദിച്ചു ഇത്രയും ചോദിച്ചോളൂ. ഓ ശരി 10 മിനിറ്റ് കഴിയുമ്പോൾ വീട്ടിൽ ഫ്രണ്ട് ഇരിക്കട്ടെ വാ തുടങ്ങാറുണ്ട്. അന്ന് ശനിയാഴ്ച ശനിയാഴ്ച എന്ത് വെറുതെ എവിടെ പോകാൻ വേണ്ടി എന്തോ എവിടെ പോകാൻ വേണ്ടിയിരിക്കും. ഓ ശരി 10 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഫ്രണ്ട് ഇരിക്കും. ആക്ച്വലി ഞങ്ങളുടെ വീടൊക്കെ കുറച്ച് അത്യാവശ്യം അടുത്താണ്, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇവൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഭൂമി ഇടിഞ്ഞു വീണാലും പട്ടിണി അടക്കേണ്ടി വന്നാലും ഞാൻ ഈ ചാനൽ നിർത്തൂല. എങ്ങനെയെങ്കിലും ഈ ചാനൽ ഒരു വേറെ ഒന്നുമില്ല, ഒരു അത്യാവശ്യം കുറച്ച് പേര് കാണുന്ന ഒരു 1000 പേര് കാണാൻ പറ്റുമെങ്കിൽ അത്രയും പേർക്ക് കണ്ടിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അങ്ങനെ ഒരു രീതിയിൽ ഞാൻ ഇതെത്തിക്കും. കാരണം അതെൻ്റെ ഒരു വാശിയാണ്. എന്നുവെച്ചാൽ ഫസ്റ്റ് ടൈം ഞാനിത് സ്റ്റാർട്ട് ചെയ്തപ്പം എല്ലാവരും കളിയാക്കി. അന്ന് ആ ഡീമോട്ടിവേറ്റ് ചെയ്ത് എനിക്ക് നല്ല വിഷമമായിട്ടാണ് ഞാൻ അതൊന്ന് നിർത്തിയത്. നല്ല വിഷമമായി. ഇപ്പോഴും ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് ഒരു 2ാമത്തെ 3ാമത്തെ വീഡിയോ ഇട്ടപ്പോഴാണ് ഞാൻ ഇത് ലിങ്ക് എടുത്ത് വെറുതെ സ്റ്റാറ്റസ് ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പം എൻ്റെ കൂടെ പഠിച്ചൊരു ചേച്ചി, ഞാൻ സ്വന്തം ചേച്ചിയെ പോലെ കണ്ടിട്ടുള്ളവരെ, ചേച്ചി എനിക്ക് ഇതേപോലെ മെസ്സേജ് അയക്കണത്, എടാ പട്ടി എന്തൊക്കെ പറഞ്ഞു വിട്. ഞാൻ എന്ത് ചേച്ചി ഞാൻ എന്തോ തെറ്റ് ചെയ്ത് എന്നിട്ട് ചേച്ചി യൂട്യൂബ് തുടങ്ങിയ കാര്യം പറയാത്തെന്താണെന്നൊക്കെ ചോദിച്ചു. ചേച്ചി ഞാൻ ചെയ്ത് പഠിച്ചു പറഞ്ഞേ ഉള്ളൂ എന്നും പറഞ്ഞ് നിനക്ക് പറഞ്ഞു വിട് എന്നൊക്കെ പറഞ്ഞു. കുറച്ച് വഴക്ക് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് എടാ നീ ചെയ്യണമൊക്കെ കൊള്ളാം, കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ നോക്ക് ബെറ്റർ. എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറേ പേര് വരും ഡീമോട്ടിവേറ്റ് ചെയ്യും. അതെനിക്കറിയാം, എന്നുവെച്ചാൽ ഓൾറെഡി അറിയാം. അപ്പം ഞാൻ ഈ ചാനൽ തുടങ്ങിയെന്ന് വിചാരിച്ചാൽ ഒരു ഡീമോട്ടിവേഷനും ഞാൻ തളരില്ല. കാരണം അത്രയും പ്രശ്നങ്ങൾ അനുഭവിച്ച് കഴിഞ്ഞു. ഇനി ഈ ഡീമോട്ടിവേഷനൊക്കെ പുല്ല് വിലയുണ്ട്. എന്നുവെച്ചാൽ അപ്പോഴ് ചേച്ചി ഇതേപോലെ പറഞ്ഞു. അപ്പം എനിക്കൊരു സാറ്റിസ്ഫാക്ഷനായി. എന്നുവെച്ചാൽ ഓക്കെ, എന്നുവെച്ചാൽ ഒരാളെങ്കിലും ആ വീഡിയോ കണ്ടിട്ട് കൊള്ളാമെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ അങ്ങനെയൊക്കെ കേൾക്കണം, നമുക്ക് അടുത്തടുത്ത വീഡിയോ ചെയ്യാൻ തോന്നും. അതാണ് വേറൊരു കാര്യം. അതേപോലെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് ബ്ലസ്. അപ്പം എൻ്റെ ഫസ്റ്റ് വീഡിയോ റിവ്യൂ വീഡിയോയിൽ ഈ അവനെ കുറച്ചാണ് പറയണത്. അവൻ എനിക്ക് മെസ്സേജ് ഇട്ടായിരുന്നു. ചോദിച്ചു ഇതിൽ ഞാൻ അതിൽ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോണതേ ഉള്ളൂ കേട്ടോ. എന്നുവെച്ചാൽ എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ ഇങ്ങനെ പോയി ഇവൻ്റെ പേരൊന്നും പറഞ്ഞിട്ട് ഇത് ആ വീഡിയോയ്ക്ക് താഴെയോ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ റീലിൻ്റെ താഴെ എന്തോ വന്ന് കമന്റ് ചെയ്തിരിക്കണത്, നിനക്ക് എൻ്റെ പേര് പറഞ്ഞ വല്ല കുറച്ചിട്ടുണ്ടോ മാറിയത്. എന്നിട്ട് അവനും പറഞ്ഞു അത് കൊള്ളാം ചെയ്യാൻ. മിക്കവാറും നെക്സ്റ്റ് വീഡിയോയിൽ മിക്കവാറും അവനും വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇന്ന് ചിലപ്പോൾ വരുമെന്ന് പറഞ്ഞു, ക്ലാസ് ഉള്ളതുകൊണ്ട് വരാൻ ചാൻസ് കുറവാണ്. വന്നില്ലെങ്കിൽ തൂക്കിയെടുത്തുണ്ടെങ്കിൽ വരും. ഇല്ലെങ്കിൽ അടുത്ത വീഡിയോ എന്തായാലും ഉറപ്പായിട്ട് അടുത്ത ഏതെങ്കിലുമൊക്കെ വീഡിയോസിൽ കാണും. അതേപോലെ ആർക്കെങ്കിലും മറന്നെന്നുണ്ടെങ്കിൽ വരാം. കാരണം നമുക്ക് വേറെ ഗസ്റ്റ് ഒന്നും വരാനില്ല ഇവിടെ. കുറച്ചും കൂടെയൊക്കെ ഒന്ന് ഓക്കെ ആയ റീച്ച് ആയ അതിന് ചെറിയ ഗസ്റ്റൊക്കെ കൊണ്ടുവരാം. സഹായിച്ചാൽ റീച്ച് പിന്നെ ഞാൻ ഈ ഷോയില് ഫസ്റ്റ് പറഞ്ഞൊരു കാര്യമാണ്. അല്ല, ഇത് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് ഓഫീസ് റൂമാണ്. ഓഫീസ് റൂം എന്ന് വെച്ചാൽ എൻ്റെ റൂം തന്നെയാണ്. അത് ഞാൻ ഈ വ്ളോഗിന് വേണ്ടി മാത്രമായിട്ട് മാറ്റി വെച്ചിരിക്കുക റൂം. ഈ ഓഫീസ് റൂമിൽ ഒരു പ്രത്യേകത ഉണ്ട്. എന്നുവെച്ചാൽ ഈ ഓഫീസ് റൂമിൽ പറഞ്ഞാൽ ഒന്നീ ഷോർട്സ് ഇല്ലെങ്കിൽ ലുങ്കി. എന്നുവെച്ചാൽ കാഷ്വലായിട്ട് എങ്ങനെ വേണമെന്ന് നിങ്ങൾക്ക് വരാം, പക്ഷെ ഫോർമലായിട്ട് വരാൻ പാടില്ല. അതാണ് അബി വ്ളോഗ്സ്. ഇത് എവിടെ നിന്ന് കിട്ടിയത് അറിയാമോ? BJസിന്റെ വ്ളോഗ്സ്. അങ്ങനെ എല്ലാത്തിലും ആ ഒരു കോസ്റ്റ്യൂം. അവരെ ഓഫീസിൽ സെയിം റൂളുണ്ട്. മറ്റേ ഷോർട്സ് ഇട്ട ക്യാഷ്വലായിട്ട് ആർക്ക് വേണോ വരാം, ഫോർമലായിട്ട് ആരും വരാൻ പാടില്ല. ഒരുത്തനും വേണ്ട ഇതിന്റെ അകത്ത്. പിന്നെന്ത് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോട്ടെ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടിരുന്നത് ഇപ്പൊ ഞാൻ പൊതുവെ അങ്ങനൊക്കെ തന്നെ. എന്തേര് എല്ലാം
ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ എന്താ ഷോയുടെ ലോഗോ അല്ലല്ലോ, പേര് കാപ്പിക്കൂട്ടം. കാപ്പിയിൽ നിന്ന് തുടങ്ങാം. ആക്ച്വലി ഇന്ന് കാപ്പിയില്ല, തേയിലെങ്കിൽ തേയില. വോയിസ് ഓവറുണ്ട്. ഓക്കെ, ഞാൻ ചോദിക്കാം, ചോദിച്ചോ. കോഫി ഇഷ്ടപ്പെട്ട കാരണം എന്തിനാണ്? കാരണം എന്താണെന്ന് വെച്ചാൽ കോഫി കുടിക്കാൻ നല്ല ഉന്മേഷം കിട്ടും, കുടിക്കാൻ നല്ല രസം, നല്ല ടേസ്റ്റ് ഉണ്ട്. വേറെ കാര്യമൊന്നുമില്ല, കുടിച്ചാൽ നല്ല ഉന്മേഷം കിട്ടും, ഭയങ്കര എനർജറ്റിക് ആയിട്ട് നിൽക്കും, അതുകൊണ്ട് ഞാൻ കുടിക്കുന്നു. എനിക്കെന്ന് വെച്ചാൽ പണ്ട് ചായ വാങ്ങിച്ചെടുത്തോളായിരുന്നു. അപ്പം ചായ കുടിച്ച് അത്യാവശ്യം ഒരു 2ാം ക്ലാസ് 3ാം ക്ലാസ് വരെ ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ. അതിന് ശേഷമാണ് കോഫി കുടിക്കുന്നത്. കോഫി കുടിച്ചപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വേറൊരു ടേസ്റ്റ് അല്ലേ, പ്രത്യേക ടേസ്റ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വെളിയിൽ മിക്കവാറൊക്കെ പോകുമ്പോൾ, ഞാൻ ഒറ്റയ്ക്കൊക്കെയാണ് പോകണമെങ്കിലും നിന്റെ ഇവിടെയൊക്കെ വരുമ്പോഴും കോഫിയെ കുടിക്കും. വെളിയിൽ നിന്ന് ചായ കുടിച്ചാൽ ശരിയാകത്തില്ല. വെളിയിൽ നിന്നല്ല, എവിടെ നിന്നാലും ചായ കുടിച്ചാൽ ഒരു ഫിനിഷിങ് കിട്ടത്തില്ല. പക്ഷെ കോഫിക്ക് ആ ഒരു ഉണ്ട്. എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു, അതന്റെ സ്വിഗ്ഗി ഓടാൻ പോണ സമയത്ത് ഭ്രാന്തായിരുന്നു. സ്വിഗ്ഗി ഓടിയിട്ട് രാത്രി 11 മണി 12 മണിയൊക്കെ സ്വിഗ്ഗി ഓടിയിട്ട് ചില ദിവസം വീട്ടിൽ വരും. അല്ലെങ്കിൽ ഓടിക്കഴിഞ്ഞിട്ട് നമ്മളെ കേശവസ്ഥലത്ത് ഒരു കടയുണ്ട്, മലബാർ വൈറ്റ്സ്. അവിടെ പോയിട്ട് ഒരു കോഫി കുടിക്കും. ആക്ച്വലി ഈ കോഫി കുടിച്ച ഉറക്കം പറ്റത്തില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കോഫി കുടിച്ച ഉറക്കം പറ്റില്ല. ഞാനാണെങ്കിൽ സ്വിഗ്ഗി ഓടി കഴിഞ്ഞിട്ട് നേരെ അവിടെ പോയി കോഫി കുടിക്കും. ഒരു കടി 50 രൂപ ആകത്തില്ല, ഒരു 30 രൂപയ്ക്കകത്ത് കാര്യം കഴിയും. ഒരു കോഫി ഒരു കടി കഴിച്ച് 30 രൂപയ്ക്കകത്ത് കാര്യം കഴിയും. എന്നുവെച്ചാൽ രാത്രിയത്തെ ഫുഡ് അതാണ്, വേറെ ഒന്നും കഴിക്കത്തില്ല. അങ്ങനെ എന്നിട്ട് വീട്ടിൽ ഒന്ന് കിടക്കും. വീട്ടിൽ ഒന്ന് കിടന്നിട്ട് പറക്കാൻ വരത്തില്ല, ചുമ്മാ തിരിഞ്ഞ് കിടന്നിട്ട് എപ്പോഴെങ്കിലൊക്കെ ഇരിക്കും. സെയിം ഇത് മറ്റേ ഈ ഒറ്റ മൈൻഡ് സ്റ്റാർട്ടായ ടൈമായിരുന്നു. ഒറ്റ മൈൻഡ് രാത്രി വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ട് ഇത് കിടക്കും. ക്ലാസ് ഉണ്ടായിരുന്നു, ആ സമയത്ത് ക്ലാസ് ഉണ്ടായിരുന്നു. ഇപ്പോഴ് ക്ലാസ്സിൽ അസൈൻമെന്റ് ഒക്കെ തരും. അപ്പം അസൈൻമെന്റ് ഹോംവർക്ക് അതൊക്കെ ഉണ്ട് കോളേജില്. അപ്പോഴ് പോളി പഠിച്ചോണ്ടിരുന്നോ? അപ്പോഴ് അവിടെ പഠിച്ചോണ്ടിരുന്നപ്പം സ്വീകരണം പോകില്ല. ആ സമയത്ത് വണ്ടി എടുത്ത. എന്നിട്ട് ക്ലാസ് കഴിയും, വരും. ഇവരെ കൂടെ കുറച്ചേരം ഒരു മണിക്കൂറോ 1.5 മണിക്കൂറോ ഒക്കെ നിൽക്കും. വൈകിട്ട് ഒരു 4 മണി തൊട്ട് 6 മണിക്കകത്ത് അതിൻ്റെ അകത്ത് തന്നെ നിൽക്കും. എന്നിട്ട് സ്വിഗ്ഗിയോടാൻ പോകും. സ്വിഗ്ഗിയോടാൻ പോയിട്ട് രാത്രി 12 മണി 1 മണിയൊക്കെ ആയിട്ടൊക്കെ ആയിരിക്കും പറഞ്ഞത്. എന്നിട്ട് ഇരുന്ന് ഇങ്ങനെ കിടക്കപ്പോൾ ആലോചിക്കും, ഹോംവർക്ക് എഴുതണം, അസൈൻമെന്റ് എഴുതണം, പഠിക്കണം, ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ട് ഫസ്റ്റ് ബുക്കൊക്കെ എടുത്ത് വയ്ക്കും. ഫസ്റ്റ് എഴുതാം, അസൈൻമെന്റ് എഴുതണോ ഹോംവർക്ക് എഴുതണോ? രണ്ടും എഴുതിയില്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് പുറത്താണ്, അത് ഉറപ്പാണ്. അങ്ങനെ ആലോചിക്കും. എൻ്റെ രണ്ടും ഡൗട്ടായി ഇരിക്കുമ്പോഴായിരിക്കും ആലോചിക്കണത് കോഫി കുടിക്കാൻ പോയാൽ തക്ക എണീച്ച് ഒരൊറ്റ പോക്കട. എന്നുവെച്ചാൽ അസൈൻമെന്റ് എഴുതണോ ഹോംവർക്ക് എഴുതണോ, ഇത് ഒരു 100 തവണ ആലോചിച്ചാലും കിട്ടൂല. കോഫി കുടിക്കണോ ഒരൊറ്റ മൈൻഡ് ഇറങ്ങിയൊരു പോക്കാണ് ഇവിടുന്ന്. അങ്ങനെ കോഫിയുടെ ഭ്രാന്ത്, അതെനിക്കൊരു വികാരം പോലെയാണ് ചില സമയത്ത്. പിന്നെ നമ്മള് ജിമ്മിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ജിമ്മിൽ പോയിട്ട് തിരിച്ചു വന്ന അവിടെ 2 കോഫി, കടുപ്പം കൂട്ടി, മധുരം കൂട്ടി. അത് ഫസ്റ്റത്തെ ഒരാഴ്ച അങ്ങനെ ഇതായി. പിന്നെ ഞങ്ങള് ദൂരെ എന്ന് പറഞ്ഞു കാണാൻ വിളിച്ച് ഹട്ടായി. 2 കോഫി മധുരം കൂട്ടി കടുപ്പം കൂട്ടിയേ നേരത്തെ അടിച്ചു കയ്യിൽ കിട്ടും. വന്നെടുത്താ മതി നിങ്ങള്. അങ്ങനെയാണ്. രാവിലെ 4 മണിക്ക് ജിമ്മിൽ പോയിട്ട് രാവിലെ 4 മണിക്ക് എണീറ്റ് ജിമ്മിൽ പോകും. ജിമ്മിൽ പോയി ഒരു 6 മണിയൊക്കെ ആകുമ്പോ ഇറങ്ങാല്ലേ? 6 മണി 7 മണി അടുപ്പിച്ച് 6:30 കഴിയുമ്പോ നമ്മളെന്താ തീരും. എന്റെ 7 മണിയൊക്കെ ആകുമ്പം ചായ കട എത്തും. അപ്പോഴേ ചേട്ടൻ അടിച്ചു നൈസായിട്ട് കോഫി എടുത്ത് കുടിച്ച് ഒരു കടി അതും കഴിച്ച് തിരിച്ച് വീട്ടില്. ചില ദിവസം ഇറങ്ങി നടക്കാൻ പോയിരുന്നു.
അയ്യോ അയ്യോ നടക്കാൻ പോണത് ഓർമ്മിക്കരുത്. അതല്ല, അന്ന് നടക്കാൻ പോയിട്ട് മറ്റേ അവിടെ നിന്ന് ചായ പിടിച്ചത്. എവിടെ? ചായലല്ലേ കോഫി പിടിച്ചത്? മറ്റേ പട്ടത്തുനിന്ന്. പട്ടത്തല്ല, ഇപ്പുറത്തുനിന്ന് പരുത്തിപ്പാറ. പരുത്തിപ്പാറ. അയ്യോ, അതൊരു വേസ്റ്റ് കോഫി എക്സ്പീരിയൻസാ. ഒരു ഭാഗ്യക്കും കൊള്ളാത്തൊരു കോഫി ആയിരുന്നു. നടക്കാൻ പോണത് എന്നെ ഓർമ്മിപ്പിക്കല്ലേ നീ. ഒരു നടത്താൻ പോയി ഞാൻ. അയ്യോ, പക്ഷെ അത് നല്ല രസമാണ് ചില ദിവസങ്ങളിലൊക്കെ നടക്കാൻ പോണത്. പക്ഷെ വായിന്നോട്ടല്ല അത്. ചിലവർ പറയും രാവിലെ നടക്കാൻ പോകണം, ചിലർ വൈകിട്ട് നടക്കാൻ പോകണം. പക്ഷെ വൈകിട്ട് നടക്കാൻ പോണതിനെക്കാട്ടിയും രാവിലെ നടക്കാൻ പോകണ കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. വലിയ ആളവനൊക്കെ വല്ലാതെ സൈലന്റ് ആയിട്ടൊരു പോക്ക് പോയി നമുക്ക്. അല്ല, ആളവനൊക്കെ പോക്കാണ്. ഒരു എത്തപ്പെടുത്തില്ല, ഒരു പോക്കങ്ങ് പോകും. എന്റെ 2 മണിക്കൂർ അങ്ങോട്ട് നടക്കും, അതേ തിരിച്ച് ഇങ്ങോട്ട് നടക്കും. ഏതൊരു പോണോ അതുവരെ അങ്ങനെ ഒരു ഇതാ. പക്ഷെ നടക്കണ ആരോഗ്യം നല്ലതാണ്, അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല. ഞാൻ ഇവിടെ നിന്ന് 6.5 കിലോമീറ്റർ നടന്നല്ലേ പോണത്. ബസ്സിന്റെ പൈസ ഉണ്ടെങ്കിൽ പോവില്ല, നടന്നങ്ങ് പോവും. എന്നിട്ട് 11 ആ പൈസക്ക് ചായ വാങ്ങിച്ച് കഴിക്കും. സെന്റ് മേരീസ് പഠിച്ചപ്പോണ്ടായിരുന്നു. സെന്റ് മേരീസ് പഠിച്ചപ്പം രാവിലെ അവിടെ ട്യൂഷൻ കഴിഞ്ഞിട്ട് 4-5 ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി നിൽക്കും. ഓക്കെ, അയ്യോ ഫസ്റ്റ് ഈ ട്രിവാൻഡ്രത്തുള്ളവർക്ക് ഈ സ്ഥലമൊക്കെ മനസ്സിലാകത്തുള്ളൂ. അത് വേറൊരു കാര്യം. ഇത് ആരൊക്കെ കാണണമെന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം എന്റെ ഒരു വീഡിയോ 40 വ്യൂസ് ഒക്കെ ഉണ്ട്, ആകെ 28 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കറിയില്ല ഏതൊക്കെ സ്ഥലത്തുള്ളവർ കാണുന്നുണ്ടോ. ഫസ്റ്റ് സെന്റ് മേരീസ് പഠിച്ചോണ്ടിരുന്നപ്പോ ട്യൂഷൻ കഴിഞ്ഞിട്ട് അവിടെ ഇറങ്ങി. എന്നിട്ട് ആ സമയത്ത് ഞാൻ, ബ്ലസ്വിൻ, ഷാരോൺ, പിന്നെ ആരോ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. വൈഷ്ണവാണെന്ന് തോന്നണം. നമ്മളന്ന് മാർക്ക് കാണാൻ പറ്റിയ അവന്. ഞങ്ങൾ ഇത്രയും പേരും അവിടെ നിന്ന് ഇറങ്ങി താഴെ വന്നിട്ട് ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് അവിടെ നിൽക്കും. കുറച്ച് നേരം നിന്നിട്ട് ബസ്സൊന്ന് ജസ്റ്റ് ഒരു 5-10 മിനിറ്റ് നിൽക്കത്തുള്ളൂ. ബസ്സൊന്നും കണ്ടില്ലെങ്കിൽ നൈസാ നടക്കുമായിരിക്കും. എന്നിട്ട് ഈ പൈസ വരും. മിക്ക സ്ഥിരം നടത്തണം. 4-5 സെന്റ് മേരീസ് ഏകദേശം 4-5 കിലോമീറ്റർ അടുപ്പിച്ചുണ്ടോ. അത്രയൊക്കെ ഉണ്ട്. ഈ എത്രയും കിലോമീറ്റർ തിരിച്ച് കിടക്കും, അങ്ങോട്ട് ഇറക്കും സ്കൂളിലോട്ടോ. ഏകദേശം കറക്റ്റ് സമയമൊക്കെ ആകുമ്പോൾ തന്നെ സ്കൂൾ എത്തും. സ്കൂളിൽ എപ്പോഴും 9:30 സംതിങ് കയറി 8:30 ട്യൂഷൻ കഴിയും, ഇറങ്ങും, നടക്കും. പിന്നെ ഇത് മിക്കവാറും വൈകിട്ട് പിന്നെ വലിയ നടത്തൊന്നുമില്ല. കാരണം അവന്റെ വീട്ടിലോട്ട് രണ്ട് സൈഡിലോട്ടാ. ഞാൻ 4-5 ഇട്ടിട്ടും അവൻ PMG അങ്ങോട്ട്. അങ്ങനെ അപ്പൊ വൈകിട്ട് അങ്ങനെ വലിയ നടത്തില്ല. പക്ഷെ ഇപ്പൊ മറ്റേ അവിടെ ഫ്ലൈഓവർ വന്നെങ്കിൽ ആ ബ്ലോക്കിന് പറ്റിയ ഇതൊന്നുമില്ല. ഒരു ബ്ലോക്കില്ല. ഞങ്ങൾ ഒരു ദിവസം എവിടെ പോയിട്ട് തിരിച്ചു വന്നത്, ഞാനാണോ പോയിട്ട് വന്നത്, പട്ടത്ത് കുടുങ്ങി പോയത്. ഞാൻ മറ്റേ ഇടയിൽ കൂടെ ഒക്കെ എടുത്തോണ്ട് വന്നു. നമ്മളല്ലേ സ്റ്റുഡിയോയില് ക്രിസ്മസ് ഷർട്ടല്ല പാന്റ് ജോഗറിന് പോക്കോയത്. എടാ അതെന്തോടെ എനിക്ക് ആ ജോഗർ പാന്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നേരെ അട്ടാക്കുളക്കര പോയത്, മണക്കാട് തിരിച്ച് സ്റ്റാച്ചു. ഒരു പാന്റ് തപ്പി എവിടെയൊക്കെ പോയ ഫസ്റ്റ് സ്റ്റാച്ചു പോയി, പിന്നെ അട്ടക്കുളങ്ങര പോയി, അവിടെ നിന്ന് നേരെ മണക്കാട്. ഫസ്റ്റ് അട്ടക്കുളങ്ങര പോയിട്ട് അവിടെ പാന്റ് ഒന്നും കാണാത്തോണ്ട് ചുമ്മാ റീൽസ് എടുത്ത് നോക്കിക്കൊണ്ടിരുന്നപ്പം അൽഫുട്ടിയുടെ വീഡിയോ ഉണ്ട്. അൽഫുട്ടിയുടെ വീഡിയോയില് അവിടെ ഒരു മണക്കാട് ഒരു ഷോപ്പ് ഉണ്ട്. അപ്പൊ ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞ് അവിടെ 10 മണിക്കേ തുറക്കത്തുള്ളൂ. ഞങ്ങൾ 9:30 അട്ടക്കുളങ്ങര രാമേന്ദ്രൻ നിൽക്കാം. 8:30 കയറിയത് 8:30 ആദ്യമായിട്ട് രാമേന്ദ്രൻ കയറി. അപ്പൊ അവിടെ മനുഷ്യരൊന്നും ഇല്ല, അവരുടെ സ്റ്റാഫ് മാത്രം ഉണ്ട്. ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞ് എന്നാ പിന്നെ നമുക്ക് അവിടെ പോവാം, മണക്കാട് പോവാം, അവരെ ഫസ്റ്റ് കസ്റ്റമർ നമ്മൾ തന്നെ ആയിക്കോട്ടെ. നേരെ വണ്ടി എടുത്ത് അവിടെ പോയിട്ട് അവിടെയും കിട്ടിയില്ല. പിന്നെ നമ്മൾ കേശവസരം സ്റ്റുഡിയോ, പിന്നെ അവിടെ നേരെ സ്റ്റാച്ചു പോയി അവിടെ നോക്കി. അവിടെ നിന്ന് കറങ്ങിയതിന് ശേഷമാണ് സ്റ്റാച്ചു വന്നപ്പോഴ കേശവസരം വന്ന സമയത്താ സെന്റ് മേരീസിലെ ബ്ലോക്ക്. ഉച്ച നേരത്തെ എക്സാം എന്തോ കഴിഞ്ഞ സമയമാണെന്ന് തോന്നുന്നു. നമ്മളെ കേശവസരം തൊട്ട് പട്ടം ജംഗ്ഷൻ വരെ ബ്ലോക്ക്, അനങ്ങാൻ പറ്റാത്ത ബ്ലോക്ക്. എങ്ങനെയോ കറക്കി തിരിച്ചൊക്കെ എടുത്ത് കോസ്മോസ് വഴി കേശവസരം എന്തൊരു മുടുക്കത്. അയ്യോ അത് നല്ലൊരു മുടുക്കായിരുന്നതാ. കുത്തി പൊളിച്ച്
அமுகு டுமுகள் அமால் டுமா அமுகு டுமுகள் அமால் டுமா அமுகு டுமுகள் அமால் டுமா